6:1-8. അതിലെ 3ാമത്തെ ലൈനിൽ പറയുന്നുണ്ട്, വിവാഹത്തിന്റെ വലിയ നന്മയെ ഉപേക്ഷിക്കുവാൻ തയ്യാറായ സ്ത്രീ പുരുഷന്മാർ സഭയുടെ ആരംഭകാലം മുതലേ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വിവാഹം എന്ന കൂതാശയിൽ നീ അതിന്റെ അപ്പുറത്തേക്ക് പോകണം. വെരി ഗുഡ്. ഓക്കെ, വിവാഹം എന്ന കൂതാശയുടെ ഇതില് വിവാഹത്തിന്റെ നന്മയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് ആ വിവാഹം എന്ന കൂതാശയുടെ ഒരു പ്രശസ്തി എവിടെയാണ് വരുന്നത്? പ്രസക്തി എങ്ങനെയാണ് വരുന്നത്? സന്യാസികൾ വിവാഹം കഴിക്കണ്ട, പക്ഷെ ആ കൂതാശ എങ്ങനെയാണ്? കൂതാശ വേണ്ട, സന്യാസികൾക്ക് വിവാഹം എന്ന കൂതാശ വേണ്ട. സന്യാസികൾക്ക് വിവാഹം എന്ന കൂതാശ വേണ്ട. ഇറ്റ് ഈസ് കൂതാശയുടെ അപ്പുറത്തുള്ളതാണ്. കൂതാശ എന്താ? വിസിബിൾ സൈൻ ഓഫ് ഇൻവിസിബിൾ ഗ്രേസ്. കാണപ്പെടാത്ത കൃപയുടെ കാണപ്പെടുന്ന അടയാളമാണ് കൂതാശ. സന്യാസികൾക്ക് കാണപ്പെടുന്ന അടയാളം വേണ്ട, വിവാഹം എന്ന കൂതാശ വേണ്ട. പക്ഷെ കുഞ്ഞാടിന്റെ വിവാഹം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിവാഹത്തിന്റെ വലിയ നന്മയെ, അപ്പൊ വിവാഹത്തിന്റെ നന്മ വലിയ നന്മയാണ്. യെസ് ഓർ നോ? വിവാഹത്തിന്റെ നന്മ വലിയ നന്മ. ആ നന്മയെ ഉപേക്ഷിക്കുന്നത് എന്തിനാ? അതിനും വലിയ നന്മയെ പുൽകാൻ. എല്ലായിടത്തും കുഞ്ഞാടിനെ അനുഗമിക്കാൻ. കുഞ്ഞാട് എവിടേക്ക് പോണേ അതിനൊക്കെ അനുഗമിക്കാൻ. നമ്മള് ചെറിയ ക്ലാസ്സിലൊരു കവിത പഠിച്ചിട്ടുണ്ട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്. മേരി എവിടെ പോണോ അതിന്റെ പിന്നാലെ കുഞ്ഞാട് പോണു. ഇതല്ല, കുഞ്ഞാട് എവിടെയൊക്കെ പോകുന്നോ അവിടേക്ക് എല്ലായിടത്തും കുഞ്ഞാടിനെ അനുഗമിക്കാൻ, കർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കാൻ, അവിടുത്തെ പ്രസാദിപ്പിക്കാൻ, ആഗതനാകുന്ന വരനെ എതിരേൽക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് വിവാഹം എന്ന കൂതാശയ്ക്ക് വലിയൊരു നന്മയുണ്ട്. സന്യാസ വെളിയുള്ളവര് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നില്ല. ഈ വലിയ നന്മയെ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നത്? അതിനും വലിയ നന്മയെ പുൽകാൻ. അപ്പൊ ഈ വിവാഹം എന്ന കൂതാശയുടെ വലിയ നന്മയെക്കാളും വലിയ നന്മ എന്താ? എല്ലായിടത്തും കുഞ്ഞാടിനെ അനുഭവിക്കും. ഒന്നാമത്തെ, എല്ലായിടത്തും കുഞ്ഞാടിനെ അനുഭവിക്കും. കുറച്ച് സ്ഥലത്ത് മാത്രം അനുഗമിച്ചാൽ മതിയോ? സം ടൈം ഐ എം അവൈലബിൾ, സം ടൈം ഐ എം നോട്ട് അവൈലബിൾ. എല്ലായിടത്തും കുഞ്ഞാടിനെ അനുഗമിക്കും. സം ടൈംസ് ഐ എം ഇൻ മൈ തോട്ട്സ്. കുഞ്ഞാടെ അവിടെ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഒന്നാമത്തെ, എല്ലായിടത്തും കുഞ്ഞാടിനെ അനുഗമിക്കുക. രണ്ടാമത്തെ, കർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. എൻ്റെ കാര്യമല്ല, ലോകത്തിന്റെ കാര്യമല്ല, കർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. മൂന്നാമത്തെ, കർത്താവിനെ പ്രസാദിപ്പിക്കുക. ടു പ്ലീസ് ഗോഡ്, ടു മേക്ക് ഗോഡ് ഹാപ്പി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഈശോയുടെ മുഖത്ത് നോക്കണം, ഈശോ ഹാപ്പി ആണോ? പരിശുദ്ധ റൂഹ ഹാപ്പി ആണോ? അബ്ബാ പിതാവ് ഹാപ്പി ആണോ? ശ്രദ്ധ വയ്ക്കണം, പ്രസാദിപ്പിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാത്തത്. അത് സ്വീകരിക്കണമില്ല, ഇതും ഇല്ല എന്നുള്ള പോലെ ജീവിക്കുന്നവരോ. ഓക്കെ, ഇനി നാലാമത്തെ എന്താ? ആഗതനാകുന്ന വരനെ എതിരേൽക്കാൻ. അപ്പൊ ആ കുഞ്ഞാടിന്റെ വിവാഹം, പുതിയ ജെറുസലേം, അത് കൂതാശയല്ല, അതിന്റെ അപ്പുറത്തേക്ക്. So, do you want to get married? വിവാഹം എന്ന കൂതാശ വേണ്ട? വേണ്ട. നമുക്ക് അങ്ങനെ ഒരു കൂതാശയല്ല. സന്യാസം സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്, ഒരു കൂതാശയല്ല. കാണപ്പെടാത്ത കൃപയുടെ കാണപ്പെടുന്ന അടയാളം എന്ന് പറയുമ്പോൾ, കൂതാശ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃപ കാണപ്പെടുന്നു. അപ്പൊ എന്തിനാ അടയാളം? ഓൾറെഡി വിസിബിൾ ആണെങ്കിൽ പിന്നെ എന്തിനാ അടയാളം? ഇൻവിസിബിൾ ഗ്രേസിന്റെ വിസിബിൾ സൈനാണ് കൂതാശ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർക്കുക. എന്താ? സന്യാസി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സന്യാസ പരിശീലനം നേടുന്ന ആളെന്ന നിലയ്ക്ക് കുഞ്ഞാടിനെ എല്ലായിടത്തും അനുഗമിക്കണം. എവിടെ കുഞ്ഞാട്? കുഞ്ഞാടിന്റെ മേത്തായിരിക്കണം കണ്ണ്. കുഞ്ഞാട് എവിടെ? കുഞ്ഞാടിന്റെ പിന്നാലെ പോകണം. യോഹന്നാനും യാക്കോബും എപ്പോഴും ഈശോയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു എന്ന് പറയാം. ഈശോ എങ്ങോട്ട് പോയെ? ഈശോനെ കാണാണ്ടാകുമ്പോൾ എവിടെ ഈശോ പോയി? നോക്കുമ്പോൾ മലയുടെ മുകളിൽ പ്രാർത്ഥിക്കും. പത്രോസൊക്കെ ഇവരോട് ചോദിക്കുക, യോഹന്നാനോട് യാക്കോബിനോട്, ഈശോ എവിടെയാണ്? മഗ്ദലന മറിയം കൺവേർഷന്റെ ശേഷം എപ്പോഴും കണ്ണ് ഈശോയുടെ മേൽ. കുഞ്ഞാട് എവിടെ പോണോ
കുഞ്ഞാടിനെ അനുഗമിക്കുക, കുഞ്ഞാടിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക, ഈശോയുടെ കാര്യം, ഈശോയെ സന്തോഷിപ്പിക്കുക, ആ ആഗതനാകുന്ന വരനെ എതിരേൽക്കാൻ 10 കന്യകമാർ റെഡിയായി നിന്നില്ലേ? റെഡിയായി നിന്നു, 5 പേര് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ റെഡിയായി നിൽക്കുന്നവര് അവസാന നിമിഷത്തിൽ പോയി ചോദിച്ചാൽ അവർ തരില്ലേ? ജീവിതം മുഴുവൻ ഉഴപ്പിയിട്ട് അവസാന നിമിഷത്തിൽ എനിക്ക് തരുമോ? അപ്പോൾ അവർ പറയും നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാത്തതിനാൽ തരാൻ പറ്റും. അപ്പോൾ ഉഴപ്പാതെ ജീവിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ കാര്യം ആദ്യം നോക്കുക. ബാക്കിയുള്ളവരോട് ചാരിറ്റി ചെയ്യാൻ പോയിട്ട് ആത്മാവ് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം, ഈ കാലഘട്ടത്തിൽ പവറോടുകൂടെ, ശക്തിയോടുകൂടെ, ദൈവിക ശക്തിയോടുകൂടെ ഒത്തിരി ആത്മാക്കൾക്ക് ഉപകാരമാവുന്ന വിധത്തിൽ എങ്ങനെ ജീവിക്കണം. ക്രിസ്തീയ ജീവിതം ശരിക്ക് ജീവിക്കണം, സന്യാസ ജീവിതം ശരിക്ക് ജീവിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ദൈവിക ശക്തിയിൽ ജീവിക്കാൻ പറ്റും, ഒത്തിരി ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഒരു ക്രൈസിസോ ഒരു ഇഷ്യോ ഒരു പ്രോബ്ലം ഒന്നും നമുക്കൊരു പ്രതിബന്ധമായി, ഒരു തടസ്സമായി, ഒരു ബ്ലോക്കായി വരില്ല. ഈ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും ബ്ലോക്കുകളെയൊക്കെ നമ്മൾ നേരിടും, ഓവർകം ചെയ്യും. ഒന്നിനും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികളും ലോകത്തെ കീഴടക്കും. സന്യാസികൾ all the more. So live in the power of Christian life. Live in the greater power of religious life. Sannyasa Jeevitham. Reign the Holy Ruach, Lord. Reign forevermore.